Audio Jungle. Audio Jungle. ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 2 ബ്രെഡ് എടുത്ത് ഒന്നിച്ച് വെക്കുക. എന്നിട്ടൊരു ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് ഈ ബ്രെഡിന് മുകളിലായിട്ട് വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ ബ്രെഡ് പീസൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വേറെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതേ ഞാനിവിടെ ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ബ്രെഡ് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം നല്ല പോലെ ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 ബ്രെഡ് പോക്കറ്റാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 12 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ ബ്രെഡ് പോക്കറ്റ് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡ് പോക്കറ്റും മുട്ടയുടെ മിക്സിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് പോക്കറ്റ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ബ്രെഡ് പോക്കറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ ഓയിൽ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ബ്രെഡ് അങ്ങനെ ഓയിലൊന്നും കുടിക്കൂല. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് പോക്കറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് പോക്കറ്റെല്ലാം ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഷവർമ ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് കുക്കുംബർ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചെറുതായിട്ട് അരിഞ്ഞ സവാള 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഒന്ന് പിച്ചിയെടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ നല്ലൊരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രെഡിൽ നിന്ന് നമുക്ക് 2 ബ്രെഡ് പോക്കറ്റ് കിട്ടും.
ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷവർമ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡിലും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല ക്രീമി ആയിട്ടുള്ള മിക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രൈ ചെയ്ത ഉടനെ നല്ല ചൂടോടു കൂടി കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.